താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം സ്നേഹമുള്ള ശാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന താഴ്വരയിലേക്ക് സ്വാഗതം. കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള സഭയുടെ പരിശ്രമങ്ങളിൽ ഒരു സുപ്രധാന കാൽവയ്പ്പാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ രചിച്ച സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ഈ അപ്പസ്തോലിക ആഹ്വാനത്തിലൂടെ സംഭവിച്ചിരിക്കുക. ഇതിനെ അധികരിച്ച് കുടുംബങ്ങളിലെ പ്രശ്നങ്ങളെ നോക്കിക്കാണാനുള്ള പരിശ്രമമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ആരംഭിച്ചത്. ഇത് ഏറെ പേർക്ക് സഹായകമായി എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇന്ന് ചർച്ചയ്ക്കായി നമ്മളെ സഹായിക്കാൻ എത്തിയവരെ നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന സന്യാസിനി സമൂഹമായ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ അംഗവും പ്രശസ്ത ഫാമിലി കൗൺസിലറും സാമൂഹ്യ പ്രവർത്തകയുമായ സിസ്റ്റർ നിമ ഗ്രേസിനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഇനി ആരാണ് നമ്മൾ ഇന്ന് സ്വാഗതം ചെയ്യാനുള്ളത്? കുടുംബങ്ങളുടെ സമർപ്പിത സമൂഹമായ ലോഫിൽ അംഗവും അമല മെഡിക്കൽ കോളേജിൽ ഡോക്ടറുമായ ഡോക്ടർ ജോണി തോമസിനെയാണ് ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത്. ആരാണ് നമ്മുടെ അടുത്ത അതിഥി? തൃശ്ശൂർ അതിരൂപത പ്രോലൈഫ് കൂട്ടായ്മയുടെ പ്രസിഡന്റും വില്ലേജ് ഓഫീസറുമായ ജെയിംസ് ആഴ്ചങ്ങാടൻ സാറിനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടത് വിവാഹത്തിന് വലിയ ഒരുക്കം ആവശ്യമുണ്ടെന്നാണ്. ആ വിവാഹത്തിനുള്ള ഒരുക്കത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക. നമുക്ക് ചർച്ച ആരംഭിക്കാം. മുമ്പത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത് വിവാഹത്തിന് ഒരുങ്ങുമ്പോൾ കുടുംബത്തിനുള്ള പങ്ക്, കുടുംബത്തിൽ മാതാപിതാക്കൾ നൽകുന്ന മാതൃക, അവരുടെ പ്രബോധനങ്ങളൊക്കെ എങ്ങനെ ഒരു വ്യക്തിയെ വിവാഹ ജീവിതത്തിന് ഒരുക്കുന്നു എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. എന്നാൽ ഇന്ന് നാം പ്രധാനമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി വിവാഹത്തോട് അടുക്കുമ്പോൾ വ്യക്തിപരമായി എങ്ങനെ അതിന് ഒരുങ്ങണം, ഒപ്പം അതിനോട് ഏറ്റവും അടുത്ത് കിട്ടുന്ന വിവാഹ ഒരുക്ക കോഴ്സ്, ഏറ്റവും അടുത്ത പരിശീലനത്തിൻ്റെ പ്രാധാന്യം, ഇത് രണ്ടുമാണ് നാം ഇന്ന് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുക. ആദ്യമായിട്ട് ഞാൻ ജെയിംസ് ചേട്ടനോട് ചോദിക്കട്ടെ, എങ്ങനെയാണ് ഒരു വ്യക്തിപരമായിട്ട് വിവാഹത്തിന് വേണ്ടി ഏറ്റവും അടുത്ത സമയത്ത് ഒരുങ്ങേണ്ടത് എങ്ങനെയായിരിക്കണം? അതിനെക്കുറിച്ചുള്ള ജെയിംസ് ചേട്ടൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഞാനത് കാഴ്ചപ്പാട് പറയുമ്പോൾ എൻ്റെ പേഴ്സണൽ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരുക്കത്തിലുള്ള ഉപരി എൻ്റെ ഭാര്യയുടെ ഒരുക്കത്തെക്കുറിച്ചാണ് ഞാൻ പറയുക. അതായത് ഭാര്യ ജെസിയുടെ ആദ്യത്തെ വിവാഹ ആലോചന വന്ന കേസാണ് ഞാൻ. എൻ്റെ എത്ര എണ്ണമായെന്ന് എനിക്കറിയില്ല, എന്തായാലും സെഞ്ചുറി അടിച്ച് കാണണം. അപ്പോഴിത് വിവാഹം കഴിഞ്ഞ് ഞാൻ ഇതുപോലെ ഭാര്യ വീട്ടിൽ റൂമിൽ, അപ്പോൾ എനിക്ക് വൈഫ് കാണിച്ചു തന്നൊരു സംഗതിയാണ്. അതായത് ഒരു രൂപം വെച്ചിട്ടുണ്ട്, അതിന് മുൻപിലൊരു വിളക്കുണ്ട്. അപ്പോൾ നമ്മുടെ കരുണയുടെ രൂപമാണത്. അപ്പോൾ എന്നിട്ട് ആൾ പറഞ്ഞെന്താണെങ്കിൽ എനിക്ക് കന്യാസ്ത്രീ ആവാനായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാൻ ഇങ്ങനെ ഈ ആഗ്രഹം സമർപ്പിച്ചുകൊണ്ട് ഏകദേശം ഒരു 10ാം ക്ലാസ് തൊട്ടൊക്കെയുള്ള സമയം മുതൽ എല്ലാ ദിവസവും പുലർച്ചെ 3 മണിക്ക് എണീറ്റ് മുട്ടുകുത്തി നിന്ന് ഈ രൂപത്തിൻ്റെ മുമ്പിൽ തിരികത്തിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് കന്യാസ്ത്രീയാവാനുള്ള ആഗ്രഹം തന്നെയാണ് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവസാനമാണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് വരുന്നത്. അപ്പോൾ ആൾ പറഞ്ഞിരുന്നത് ഇതാണ്: പുലർച്ചെ എണീറ്റ് 3 മണിക്ക് മുട്ടുകുത്തി ജപമാല ചൊല്ലി വിവാഹത്തിന് വേണ്ടി അല്ലെങ്കിൽ കന്യാസ്ത്രീയാവാൻ വേണ്ടി ജീവിതാന്തത്തിന് വേണ്ടി ഒരുങ്ങാനായിട്ട് പ്രേരിപ്പിച്ചിരുന്നു. അങ്ങനെ ചെയ്തതിൻ്റെ വെളിച്ചത്തിലാവണം എനിക്ക് ജെയിംസ് സാറിന് മുൻകൂട്ടി ഇതാണ് എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആൾ എന്ന് തലേ ദിവസം തന്നെ പറഞ്ഞു കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അതായത് നാളെ വരുന്ന ആൾ ആണ് എന്നെ കെട്ടാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പായിരുന്നു, കാരണം വന്ന് ഇത് തന്നെയായിരിക്കണം എൻ്റെ കേസ്. അതങ്ങനെ ആൾ ഉറപ്പിച്ചിരുന്നു എന്ന്. അപ്പോൾ വിവാഹത്തിന് മുൻപ് ഇത്തരത്തിലൊരു വ്യക്തിപരമായിട്ടുള്ളൊരു ഒരുക്കം അത്രത്തോളം കഠിനമായ രീതിയിൽ അനുഷ്ഠിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു വരുന്നതിന് ഗുണമുണ്ട്. അതൊക്കെ പിന്നീട് വന്ന് എനിക്ക് കിട്ടിയ തിരിച്ചറിവുകളാണ്.
എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരുക്കം എന്ന് പറയുമ്പോഴേ ഞാനിത് തന്നെയായിരുന്നു. അതായത് പലപ്പോഴും വിവാഹത്തിലേക്ക് വരുമ്പോൾ പല ആഗ്രഹങ്ങളും വെച്ചിട്ടായിരിക്കും നമ്മൾ ഇണയെ തേടി നടക്കുക. പക്ഷെ ഞാനൊരു കണ്ടീഷനെ പറഞ്ഞു, അതായത് പ്രത്യേക ജോലിയുള്ള ആളാവണമെന്നോ അങ്ങനെയുള്ള കണ്ടീഷൻസ് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഞാൻ തമ്പുരാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞിരുന്നു, എനിക്കൊരു ക്ലിക്ക് തരണം. അതായത് ഞാൻ കെട്ടേണ്ട ആളാണെങ്കിൽ ആ ഒരു ക്ലിക്ക്, അത് എന്ത് ക്ലിക്കാന്ന് ചോദിച്ചാൽ ഒരു ക്ലിക്ക് എത്രയേ ഉള്ളൂ. പക്ഷേ ആ ക്ലിക്ക് വീണത് ജെസ്സി വന്നപ്പോഴാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു അതാണ് എനിക്കുള്ള ഭാവി ആളെന്ന്. വ്യക്തിപരമായി ശരിക്കും ഒരുങ്ങുമ്പോഴാണ് ഒരു വ്യക്തി നന്നായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് മാർപ്പാപ്പയുടെ ആ പ്രബോധനത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് സമാനമായ ഒരു യുവജനത്തിൻ്റെ ഒരു യുവതി അതിന് സമാനമായ ഒരു പ്രതികരണത്തോടെ നമ്മുടെ ഇതിൽ നമുക്ക് കാണാം. ഇതേ രീതിയിൽ പ്രതികരിക്കുന്ന, അതായത് വ്യക്തിപരമായ ഒരുക്കം വളരെ പ്രധാനമാണ്. ഈ പ്രധാനത്തിലൊക്കെ എല്ലാറ്റിലും പ്രധാനം സ്വയം ഒരുങ്ങുന്നതാണ് എന്ന് പറയുന്നൊരു ഇത് നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഒരുങ്ങേണ്ടത് നമ്മളെല്ലാവരും തന്നെയാണ്. കല്യാണം കഴിക്കാൻ പോകുന്നവരാരാണോ അവരാണ് കൂടുതലായിട്ട് ഒരുങ്ങുന്നത്. ബാക്കിയെല്ലാവരും അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസ് ആയിട്ട് വേണം നിൽക്കാൻ. പാരൻസ് ആണെങ്കിൽ ഇപ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ അവരും, ഇടവകയുടെ ആയാലും സഭയിൽ നിന്നുള്ളതായാലും അവരുടെ സൈഡിൽ നിന്നും, ഫ്രണ്ട്സ് ആയാലും ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നും ഓരോരോ സപ്പോർട്ട്സും നമുക്ക് തരണം. അതിനുവേണ്ടി നമ്മളെ ഒരുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. എന്തുകൊണ്ടും തമ്പുരാൻ ആരെയാണോ ഒരുക്കിയിരിക്കുന്നത് അവരെ എത്തിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ കോൺസെപ്റ്റ് വെച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രം പ്രതിദാനം ചെയ്തുകൊണ്ടായിരിക്കരുത് നമ്മുടെ പാർട്ട്ണറെ തപ്പുന്നത്. തമ്പുരാൻ നമ്മൾ എന്താഗ്രഹിക്കുന്നോ അതിലേക്ക് നമ്മൾ എത്തിക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല വഴി എന്ന് എനിക്ക് തോന്നുന്നത് പേഴ്സണൽ പ്രെയറും പിന്നെ അനുദിന ദിവ്യബലിയും. ഇത് രണ്ടും മുടക്കാണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ തന്നെ നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്തോ അതിനനുസരിച്ച് നമ്മിലൂടെ നമുക്ക് മാറ്റം വരാണ്ടാവും, നമ്മുടെ ജീവിത പങ്കാളിക്കും മാറ്റം വരാണ്ടാവും. അതിനനുസരിച്ചുള്ളൊരു യോജിപ്പിക്കലാണ് തമ്പുരാൻ വിവാഹത്തിലൂടെ, ദാമ്പത്യ ജീവിതത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. വ്യക്തിപരമായ ഒരുക്കത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട്, പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് ആ കുട്ടി ഷെയർ ചെയ്ത് നമ്മൾ കണ്ടു. സിസ്റ്റർ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ വിവാഹത്തിന് വേണ്ടി വ്യക്തിപരമായി ഒരുങ്ങുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ പലപ്പോഴും ഇല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരം അതിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നായിട്ടാണ് തോന്നുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും തിങ്കളാഴ്ച വ്രതം. നല്ല ഒരു വരനെ ലഭിക്കാനായിട്ട് തിങ്കളാഴ്ച ദിവസങ്ങളിൽ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കാൻ യുവതികളെ വലിയമ്മമാർ ഒരുക്കിയിരുന്ന ഒരു കൾച്ചർ നമുക്കുണ്ട്, നമ്മുടെ കേരളത്തിനുണ്ട്. അപ്പോൾ ആ ഒരുക്കം പ്രധാനപ്പെട്ടത് തന്നെയാണ്. വ്യക്തിപരമായി പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി ഉപവസിച്ച് ഒരുങ്ങുന്നതിനനുസരിച്ച് നല്ല ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തിയ അനുഭവമാണ് ഒരുപാട് മക്കൾ പങ്കുവയ്ക്കാറുള്ളത്. അടുത്തൊരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സഭ ഇതിനുവേണ്ടി ഒരുക്കുന്ന സംവിധാനങ്ങളെ കുറിച്ചാണ്. തീർച്ചയായും നമ്മൾ കണ്ടു 3 ദിവസത്തെ വിവാഹൊരുക്ക കോഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഇന്ന് മറ്റ് സമൂഹങ്ങൾ, ക്രൈസ്തവ സമൂഹം ഒഴിച്ചുള്ള മറ്റ് സമൂഹങ്ങൾ ഇന്ന് ക്രൈസ്തവ സമൂഹത്തെ അനുകരിക്കുന്ന ഒരു മേഖല കൂടിയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഈ വിവാഹൊരുക്ക കോഴ്സ്, ആ വിവാഹൊരുക്ക കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ 3 ദിവസത്തെ ഒരുക്കം സഭ നൽകുന്ന ഏറ്റവും അടുത്ത ഒരുക്കമാണ്. അതിനെക്കുറിച്ചുള്ള ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? സഭയുടെ ഒരുക്കം എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ പല വിവാഹത്തിനായിട്ട് ഒരുങ്ങി വരുന്ന പല യുവാക്കന്മാർക്കും കൃത്യമായിട്ട് ഈ ഭാര്യാഭർത്തൃബന്ധത്തിലെ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയില്ലാത്ത പലരും ഉണ്ട്. ഇപ്പോൾ ഈ നവീകരണ ധ്യാനങ്ങളും നവീകരണ അനുഭവങ്ങളൊക്കെ ഉള്ളത് കുറച്ചും കൂടെ നല്ല രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും അറിയാത്ത ഒരു വിഭാഗം യുവജനങ്ങൾ ഇപ്പോഴുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് സഭയുടെ ഈ പഠനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു 5 ദിവസം വിവാഹ ഒരുക്ക കോഴ്സുകൾ വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. ഇത് ഇവർക്ക് എങ്ങനെ കിട്ടുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മറ്റു പല സമുദായങ്ങളും ഇത്തരത്തിൽ ക്ലാസ്സുകൾ കൊടുക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അത് സമൂഹത്തിൻ്റെ പല തലങ്ങളിലും വിവാഹ ജീവിതത്തെ മനോഹരമാക്കി കൊണ്ടുപോകാനായിട്ട് ഉപകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സഭയുടെ പഠനങ്ങളും ഒപ്പം തന്നെ വിവാഹ ജീവിതത്തിൽ, ഭാര്യാഭർത്തൃബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അവബോധം ഈ ക്ലാസ്സുകളിലൂടെ കിട്ടുന്നുണ്ട്. സിസ്റ്റർ അതുപോലെ അവിടെ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സിസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്നവരിൽ ഏറ്റവും പഠിപ്പുള്ളവരായാലും പഠിപ്പ് കുറഞ്ഞവരായാലും ഈ കൈകാര്യം ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളും
ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം ലഭിച്ച വ്യക്തിക്ക് പോലും ചിലപ്പോൾ അതിനെക്കുറിച്ചൊന്നും ശരിയായ ധാരണയില്ലായിരിക്കാം. ഒരുപക്ഷെ സിസ്റ്റിനോട് അതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അത് കഴിയുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, ഈ കിട്ടുന്ന വിഷയങ്ങൾ അവർക്ക് ശരിക്കും കുറേ കാര്യങ്ങൾക്ക് അവർക്കൊരു പുതിയ ഉൾക്കാഴ്ചയും അവർ ധരിച്ചു വെച്ചിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ബോധ്യങ്ങളും നൽകി ആ ഒരു ഒരുക്കത്തിൽ അവരെ വളരെയേറെ സഹായിക്കുന്നതിനെ കുറിച്ച് അവർ പറയാറുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരുക്കം അവരെ സഹായിക്കുന്നത് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് വികലമായ അറിവുകൾ വെച്ചാണ് അവർ പലപ്പോഴും ഈ വിവാഹത്തെ സമീപിക്കുന്നത്. ചിലപ്പോൾ കൂട്ടുകാർ പറഞ്ഞ ചില അനുഭവങ്ങൾ, അവരുടെ അടുത്ത് ബന്ധം പുലർത്തുന്ന ചിലരുമായിട്ടുള്ള കമ്പയർ ചെയ്തൊക്കെ വരുന്ന അവസ്ഥകളാണ്. അപ്പോൾ കോഴ്സിൽ വന്ന് ഓരോ വിഷയങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴാണ് തങ്ങളുടെ ധാരണകൾ പലപ്പോഴും തെറ്റായിരുന്നു എന്നവർ മനസ്സിലാക്കി തിരിച്ചു വരുന്ന ഒരു ഇത് നമുക്ക് കാണാറ്. നമ്മുടെ കോഴ്സിലാണെങ്കിൽ 14 വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. എനിക്കതിൽ വിഷയങ്ങൾ ഒക്കെ അതിനേക്കാൾ ഉപരി എനിക്ക് അവർക്ക് ഉപകാരമുണ്ടെന്ന് തോന്നിയിട്ടുള്ളത് രാത്രി കാലങ്ങളിൽ അവരുടെ ചർച്ചകളാണ്. ഇവരെ 4 ഗ്രൂപ്പൊക്കെ ആക്കി ഈ ജീവിതത്തിലെ ഇനിയുള്ള വിവാഹം കഴിഞ്ഞുള്ള ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് അവരെ കുറേയും കൂടെ ആഴത്തിൽ ബോധ്യപ്പെടുത്താനുള്ള ചർച്ചകൾ നടത്താറുണ്ട്. ഗ്രൂപ്പുകളായിട്ടും ആ ഗ്രൂപ്പ് ലീഡർ വന്ന് പ്രസൻറ്റ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ആ ചർച്ചകൾ വളരെ ഉപകരിക്കുന്നതായിട്ട് അവർ ചിലപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ അവർ ദിവാസ്വപ്നങ്ങൾ കണ്ടും മയങ്ങിയും ഒക്കെ പോയാലും ചർച്ചയുടെ സമയത്ത് അവർ ബോധ്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള എൻ്റെ അനുഭവം അതാണ്. വീണ്ടും പ്രധാനപ്പെട്ടതാണ്, നമ്മൾ പറഞ്ഞു റിമോട്ടായിട്ടുള്ള ഒരുക്കം, ഏറ്റവും അകന്ന ഒരുക്കത്തിൽ സംഭവിച്ച പല അപാകതകളും തിരുത്താൻ കൂടിയുള്ളൊരു അവസരമായിട്ട് ഈ പ്രീക്കാന കോഴ്സിനെ നമ്മൾ കാണുന്നുണ്ട്, യുവജനങ്ങളും കാണുന്നുണ്ട്. ഒരു വാസ്തവം നമ്മൾ കാണാറുള്ളത്, ഒരു പക്ഷേ ആദ്യ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് ആദ്യമായിട്ടാണ് പിന്നീട് കുമ്പസാരക്കൂട്ടിലേക്ക് അണയുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട്. 18 കൊല്ലം 12 കൊല്ലം 20 കൊല്ലം ഒക്കെ ആയ ഒരുപാട് മക്കളെ കാണാറുണ്ട്. ഇവിടെ നമ്മൾ അവരോട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് പറയാനുള്ളത്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തൊട്ട് വിഷമമാണ്, 2 കൊല്ലമായി അച്ഛ എന്ന് പറയാനുള്ള വിഷമം കൊണ്ട് കുമ്പസാരം നീട്ടിപ്പോയ ഒരുപാട് മക്കളെ നമ്മൾ കാണാറുണ്ട്. അവരോട് നമ്മൾ പറയും, ഞങ്ങൾക്കറിയാം 18 കൊല്ലമായവരും 25 കൊല്ലമായവരൊക്കെ ഒരു പക്ഷേ ഉണ്ടാവാം, അവരെയും അനുഭാവപൂർവ്വം കരുണയോടുകൂടി ശ്രവിക്കാനും കുമ്പസാരം നയിക്കാനുമായിട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ കൂദാശകൾ സ്വീകരിക്കാതെ പോകാൻ ഇടവരരുത് എന്ന് സ്നേഹപൂർവ്വം നിർബന്ധിക്കാറുണ്ട്. ആ ഒരു ഉറപ്പ് കിട്ടിക്കഴിയുമ്പോൾ തന്നെ വളരെ ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് കുമ്പസാരിക്കുന്നത് ഒരുപാട് വൈദികർ സാക്ഷ്യം വഹിച്ചതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ വിവാഹ ഒരുക്ക കോഴ്സിനെ കുറിച്ച് പറയുമ്പോഴേ ഞാൻ എൻ്റെ ഒരു ചെറിയ കാഴ്ചപ്പാടും കൂടെ പറയുകയാണ്. ഇപ്പോഴുള്ള കോഴ്സുകളൊക്കെ അത് വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. ചില രൂപതയെങ്കിലും, എനിക്ക് തോന്നുന്നു ഇടുക്കി രൂപത അതുപോലുള്ള ചില രൂപതകളിലെങ്കിലും ഈ വരുന്ന യുവതി യുവാക്കളുടെ മുൻപിൽ ഇത്തരത്തിൽ നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ വളർത്തുന്ന ഫാമിലികളായിട്ട്, അതായത് കുടുംബസമേതം വന്ന് ഇവരുടെ മുമ്പിൽ അവരുടെ ഒരു ഷെയറിംഗ് ഒക്കെ കൊടുക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞ് കാണാറുണ്ട്. അത് ഒരു പക്ഷേ അവർക്ക് ഒന്നുകൂടെ യുവാജീവിതത്തിൻ്റെ ആ ഒരു ഊഷ്മളതയിലേക്ക് കൊണ്ടുവരാനായിട്ട് അത്തരത്തിൽ കുടുംബസമേതം വന്ന് ആ കുടുംബങ്ങളെ പരിചയപ്പെടുത്തി ഒരു ഇൻട്രാക്ഷൻ നടത്തുന്നത് ഒരു പക്ഷേ നന്നാവുമെന്ന് എനിക്കൊരു അത് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് ഈ അപ്പസ്തോലിക ആഹ്വാനത്തിൽ ചെയ്യുന്ന ഒരു ആഹ്വാനമാണ്. അതായത് സാക്ഷ്യം വഹിക്കാവുന്ന കുടുംബങ്ങളെ, പ്രത്യേകിച്ച് മിഷനറി കുടുംബങ്ങളെ, ആ വാക്കാണ് ഉപയോഗിക്കുക, മിഷനറി കുടുംബങ്ങളെ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്ന ചില രൂപതകളുള്ളതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. കാരണം കപ്പിൾ ടു കപ്പിൾ, അതായത് മെൻറ്റർ കപ്പിൾ നൽകുന്ന, എനിക്ക് തോന്നുന്നു ആ ഒരു സംവിധാനം അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ, അതുപോലെ അത്രയും അധികം ദമ്പതികളെ നമുക്ക് അങ്ങനെ ഒരുക്കിയെടുക്കാൻ പറ്റും. രൂപതയിൽ ഗ്രേസ് റിപ്പിൾ കപ്പിൾസ് എന്ന് പറഞ്ഞൊരു സംവിധാനം അവർ 2-3 വർഷമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സഭ ഒരുക്കിയിരിക്കുന്ന ഈ വിവാഹ ഒരുക്ക കോഴ്സ് 3 ദിവസത്തെ വളരെ ഉപകാരപ്രദമാണെന്നാണ് പൊതുവേ നമ്മൾ മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് യുവതലമുറ എങ്ങനെ പ്രതികരിക്കുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ക്രൈസ്തവ സഭയിൽ നമ്മുടെ പ്രീക്കാന കോഴ്സുകൾ വിവാഹത്തിന് വളരെയധികം സഹായകരമാണ്. പക്ഷേ ഈ പ്രീക്കാന കോഴ്സുകൾ നമ്മുടെ കൗൺസിലിംഗ് നിർബന്ധമല്ല. അതുകൊണ്ട് തന്നെ പല കുടുംബജീവിതങ്ങളിലും ഇപ്പോൾ ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ ഭാര്യയുടെയും കുടുംബം അല്ലെങ്കിൽ അവരുടെ ഒരു എങ്ങനെയായിരുന്നു അവർ എന്നുള്ളത് പലപ്പോഴും മനസ്സിലാകുന്നില്ല. വിവാഹത്തിന് ശേഷമായിരിക്കാം ഒരു ഭാര്യ എന്താണെന്ന് ഭർത്താവിനും ഭർത്താവ് എന്താണെന്ന് ഭാര്യയ്ക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു കൗൺസിലിംഗ് നിർബന്ധിത കൗൺസിലിംഗ് ആയി മാറുകയാണെങ്കിൽ ആ കൗൺസിലിങ്ങിലൂടെ ഇപ്പോൾ ഒരു മെൻ്റലി എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടി മനസ്സിലാക്കാനും അത് ആ കുടുംബങ്ങൾ
ഒരുമിച്ച് ചർച്ച ചെയ്ത് അങ്ങനെ അതൊരു ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് എത്താത്ത വിധത്തിൽ അവിടെ നിന്ന് തന്നെ നമുക്കതിൽ നിന്ന് മാറ്റി വരാനായിട്ട് അത് സഹായകമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഭാര്യ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഇതിനോട് ചേർന്ന് നിന്ന് സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണത്തിൻ്റെ പ്രീ-കാന കോഴ്സിൻ്റെ സമയത്ത് പയ്യനും ഭാര്യയും വന്നിരുന്നു ധ്യാനം ചെയ്യാൻ. അത് കഴിഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ അവർ തമ്മിൽ ആ 3 ദിവസത്തെ സംസാരത്തിൻ്റെ ഇടയിൽ തന്നെ അവർക്ക് ഒന്നിച്ച് ചേർന്ന് പോകാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനാണ് അവിടെ വന്നിരുന്നത്. അതവർ സംസാരിക്കുകയും അത് വന്നിട്ട് അത് വേണ്ടാന്ന് വെക്കാമെന്നുള്ള സിറ്റുവേഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ പരമാവധി പ്രീ-കാന കോഴ്സിനെല്ലാം പോകുമ്പോൾ ഇവർ ഒരുമിച്ച് ചേർന്ന് പോയി അവർ സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. എന്നിരുന്നാലും അങ്ങനെ പരസ്പരം സംസാരിക്കുമ്പോൾ അവരുടേതായ കുറവുകൾ രണ്ടാൾക്ക് മനസ്സിലാക്കാനും അതിലൂടെ നല്ലൊരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാനും സാധിക്കും ഈ ഇങ്ങനത്തെ പ്രീ-കാന കോഴ്സും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. നേരത്തെ ജോൺ ഡോക്ടർ ഷെയർ ചെയ്ത പോലെയാണ് ഇവരുടെ ഒരു മനോഭാവം. അതായത് വിവാഹോരുക്ക കോഴ്സിന് പരമാവധി ഒരുമിച്ച് അറ്റൻഡ് ചെയ്യുന്നത് ഒത്തിരി ഉപകാരമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ അവർ സംസാരിച്ചു. പിന്നെ അവരെടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു കൗൺസിലിങ്ങിനെ കുറിച്ച്. കൗൺസിലിംഗ് പലയിടത്തും നടക്കുന്നുണ്ട്. ചിലയിടത്താണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളവർക്ക് സമീപിക്കാമെന്നൊരു രീതി സ്വീകരിക്കുന്നവരുണ്ട്. ചിലർ മസ്റ്റായിട്ട് തന്നെ കൗൺസിലിങ്ങിന് പോകണമെന്ന് വിചാരിക്കുന്ന ചില വിവാഹോരുക്ക കോഴ്സുകളുണ്ട്. എന്തായിരിക്കും കൗൺസിലിങ്ങിനുള്ളൊരു പ്രസക്തി ഈ ഒരു വിവാഹോരുക്ക കോഴ്സിൽ? എന്താ ജെയിംസ് സാറിന് തോന്നുന്നു? തീർച്ചയായിട്ടും കൗൺസിലിങ്ങിന് വിവാഹോരുക്ക കോഴ്സിന് നല്ല പ്രസക്തിയുണ്ട്. കാരണം നമ്മൾ സാധാരണ ഒരു ധ്യാനമോ മറ്റോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ നടത്തുന്ന ഒരു കൗൺസിലിങ്ങിനായിട്ടുള്ളപരിയായിട്ട് വിവാഹോരുക്ക കോഴ്സിൽ നടത്തുന്ന കൗൺസിലിങ് ശരിക്കും ആ വ്യക്തിയെക്കുറിച്ച് വിവാഹത്തിന് ഒരുങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടത്ര ഇതായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുക്കങ്ങൾക്കുണ്ടോ എന്നറിയാനായിട്ട് ഈ കൗൺസിലിങ് ഉപകരിക്കും. അപ്പോൾ അതിലൂടെ കുറേ വിഷയങ്ങൾ ഇപ്പം ഇന്ന് വിവാഹം കഴിഞ്ഞിട്ട് കാണുന്ന പല വിഷയങ്ങളുടെയും അടിസ്ഥാനം ഇത്തരത്തിലൊക്കെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ വിവാഹോരുക്ക കോഴ്സ് നടത്തുന്ന കൗൺസിലിങ്ങിൽ ഇത്തരം വിഷയങ്ങളുമായിട്ടൊരു ഇൻട്രാക്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് രണ്ടുപേർക്കും അത് ഉപകാരപ്രദമായിരിക്കും. ഈ വിവാഹോരുക്ക കോഴ്സിൻ്റെ കൗൺസിലിംഗ് നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായിട്ട് അവരെ യുവതി വിവാഹം എന്ന നിലയ്ക്ക് നടത്തുന്നതോടൊപ്പം ഏതെങ്കിലും വിവാഹം നിശ്ചയിച്ചവരവരിലുണ്ടെങ്കിൽ അവരെ ഒരുമിച്ചും ഒരു കപ്പിൾ കൗൺസിലിംഗ് എന്ന പോലെ ചെയ്യുന്നതും നല്ലതാണ്. അപ്പോൾ അത് ഇവർക്ക് ഫ്യൂച്ചർ ജീവിതത്തിന് വളരെ നല്ല രീതിയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ പലർക്കും മറ്റേ വ്യക്തിയെ മനസ്സിലായിട്ടില്ല യഥാർത്ഥത്തിൽ. അവർ ഇത്രയൊക്കെ സംസാരിച്ചെങ്കിൽ കൂടി വിവാഹത്തിന് ശേഷമാണ് ആ വ്യക്തിയുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി അവർക്ക് മനസ്സിലാവണുള്ളൂ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ സ്ഥലത്തൊക്കെ ഒരു കൗൺസിലർക്ക് പ്രത്യേകിച്ച് ഇവർ തമ്മിൽ ചേരുമോ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ അതിനെപ്പറ്റി ജോൺ ഡോക്ടർ? ഞാൻ പറഞ്ഞ കൗൺസിലിങ്ങിന് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും യോജിപ്പോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പിന്നെ കൂടുതൽ മനസ്സിലാക്കാൻ എടുക്കാവുന്ന ചാൻസുകളെല്ലാം വിവാഹത്തിന് മുമ്പ് നമ്മൾ എടുക്കുക, മനസ്സിലാക്കാൻ പറ്റുമോ. കൗൺസിലിംഗ് അതിനൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കൗൺസിലിംഗ് നടത്താൻ ഇതിനു മുമ്പ് രണ്ടുപേരെയും കൂടി ജെയിംസ് ചേട്ടൻ പറഞ്ഞ പോലെ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടാണ് അവർ കോഴ്സിന് വരുന്നതെങ്കിൽ രണ്ടുപേരെയും കൂടി ഒരുമിച്ചിരുത്തി കൗൺസിലിംഗ് നടത്താൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. തീർച്ചയായും അതിൽ സംസാരിക്കാനുണ്ട്. ഉറപ്പായിട്ടും നമ്മുടെ കുട്ടികൾ ഒത്തിരി അഡ്വാൻസ്ഡ് ആണ്. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ നമുക്കറിയാം. വിവാഹത്തിന് മുമ്പ് പല കാര്യങ്ങളും പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുവാൻ താല്പര്യപ്പെടുന്ന കുട്ടികളാണ്. പലരും കോഴ്സിന് വന്ന് കൗൺസിലിങ്ങിന് വരുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ഇതുവരെയൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇതുവരെയുള്ളതൊക്കെ പോട്ടെ, ഇവിടുന്ന് അങ്ങോട്ട് നന്നായിട്ട് വരാം. അപ്പോൾ ആ കാര്യത്തിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഏകദേശം വളരെ സമ്മതിക്കുന്ന രീതി തന്നെയാണ് പലപ്പോഴും അവലംബിക്കാറ് എന്നുള്ളത് എന്നെ പലപ്പോഴും ഞെട്ടിപ്പിക്കാറുണ്ട്. നമ്മുടെ കുട്ടികൾ പോലും ഈ അവസ്ഥയിൽ എത്തിയില്ലേ എന്ന്. കാരണം ആ ഒരു ഈവൻ ഫിസിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെ എണ്ണം ഓരോ ദിവസവും കഴിയും തോറും കുറഞ്ഞു വരുന്നത് പോലെ നമ്മൾ അനുഭവപ്പെടും. അപ്പോൾ അതിൻ്റേതായ മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഇവരെ അലട്ടുന്നുണ്ട്. അങ്ങനെയുള്ളവർ വെപ്രാളപ്പെട്ട് ഓടി വരും. ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇനി എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചിട്ട് ഓടി വരുമ്പോൾ നമുക്ക് അവരെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കൗൺസിലിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞങ്ങൾ കാണുന്നത്. പിന്നെ എല്ലാവരെയും ചെയ്യാനുള്ളൊരു സാവകാശം നമുക്ക് കിട്ടാറില്ല എന്നുള്ളത് നമ്മുടെ ഒരു പരിമിതിയാണ്. കൂടാതെ മറ്റു രൂപതകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് കപ്പിൾസ് തന്നെ പ്രീ-കാന കോഴ്സിന് വന്ന് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു സംവിധാനവും ഞാൻ കാണുന്നുണ്ട്. അതിലൂടെ അവരുടെ ഒരുപാട് പൂർവ്വകാല ചരിത്രങ്ങൾ പരിഹരിക്കപ്പെടാനായിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. കൗൺസിലിങ്ങിൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതോ ഒരു രൂപതയിൽ ഇതുപോലെ നിർബന്ധമാണ് കൗൺസിലിങ്.
അത് നിർബന്ധിച്ചതിൻ്റെ പേരിൽ മനുഷ്യാവകാശ കമ്മീഷൻ വരെ എത്തിയ ചില അനുഭവങ്ങളും നമുക്കിടയിൽ ഉണ്ട്. നമ്മുടെ പിള്ളേർ തന്നെ, വേറെ ആരുമല്ല, നമ്മുടെ കത്തോലിക്ക കുട്ടികൾ തന്നെ അങ്ങനെ കടന്നുപോയ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പിള്ളേർക്ക് കഴിഞ്ഞവർക്ക് തോന്നുന്നുണ്ടാവും ഇത് നിർബന്ധമാണെന്ന്, പക്ഷേ കഴിയാൻ വരുന്ന കുട്ടികൾക്ക് അതത്ര നിർബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് നമ്മൾ ഒരുപാട് കൗൺസിലിങ്ങിന് വന്നിരിക്കുമ്പോൾ അവരിൽ ചിലർക്കെങ്കിലും വിവാഹത്തിന് ഏറ്റവും ആവശ്യമായ സമ്മതം നൽകാനുള്ള കഴിവില്ല എന്ന് സിസ്റ്റർക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലേ? മെൻ്റലി റിട്ടാർഡഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു മാനസിക അസുഖങ്ങളുള്ളതുകൊണ്ടോ? സിസ്റ്റർ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ മാനസികമായി ഒരുക്കമില്ലാത്ത അല്ലെങ്കിൽ ശാരീരികമായി ഒരുക്കമില്ലാത്ത തീർച്ചയായും നമ്മൾ അത് മനസ്സിലാക്കി അവരുടെ മാതാപിതാക്കളെ അപ്പോൾ തന്നെ വിളിച്ച് നമ്മൾ കൈകാര്യം ചെയ്യാറുണ്ട്. മാനസികമായി ഒരുക്കം, പക്വത കുറവ്, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഒപ്പം മാതാപിതാക്കളെ വിളിച്ച് അവർക്കതൊരു വാർണിംഗ് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ചില വ്യക്തികൾ അങ്ങനെയുള്ള വ്യക്തികളെ ഉൾക്കൊള്ളാൻ തയ്യാറായി വരുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് നമുക്കത് പിരിച്ചുവിടേണ്ട കാര്യമില്ല. അവർ ഒന്നിച്ചു പോകാൻ ഇനി എന്തെല്ലാം അവർക്ക് വേണമോ അത് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഏർപ്പെടുത്താറ്. പിന്നെ മാതാപിതാക്കൾ നിർബന്ധിച്ച് വിവാഹം കഴിക്കുന്ന ചില അവസ്ഥകൾ, ഒരു കാമുകനുണ്ട് അവനെ നിർത്തിയിട്ട് ഇവനോട് യെസ് പറയുന്ന അവസ്ഥകൾ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് ഭാഗത്തു നിന്നുള്ള മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ഒരു ഓപ്പൺ ചർച്ച ചെയ്തിട്ട് അത് മുന്നോട്ട് പോകാൻ അനുവദിക്കാറുള്ളൂ. അല്ലെങ്കിൽ അത് വലിയ പാതകമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം വിവാഹപൂർവ്വ ബന്ധങ്ങൾ അത് അവർ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അത് വിവാഹത്തിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ മറ്റേ പങ്കാളിയോട് ഷെയർ ചെയ്യണമെന്നാണോ സിസ്റ്റർ നമ്മൾ എന്താ അഡ്വൈസ് ചെയ്യുക? ശരിക്കും നമ്മുടെ മനഃശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് സംസാരിക്കുമ്പോൾ നമ്മളത് പരമാവധി ഒഴിവാക്കാനാണ് പറയാറ്. കാരണം ആദ്യം കേൾക്കുമ്പോൾ അതിലൊരു കൗതുകവും സാരമില്ല പോട്ടെ എന്ന തമാശ പറഞ്ഞാലും വിവാഹത്തിൽ കഴിഞ്ഞ് അവർ ജീവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് അസ്വാരസ്യങ്ങൾ തുടങ്ങുമ്പോൾ ഇത് വലിയ വിഷയമായി മാറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് പരമാവധി അത് മുമ്പുള്ളതെല്ലാം മാച്ചു കളഞ്ഞ് മുമ്പോട്ട് പോകുന്നതാണ് രണ്ടു കൂട്ടർക്കും നല്ലത്. വിശ്വസ്തയോടുകൂടി വിവാഹശേഷം ജീവിക്കുക എന്നുള്ള ഒരു ഉപദേശം നൽകാനായിരിക്കും കൂടുതൽ. അത് പറഞ്ഞു വരുമ്പോഴേ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറയാണ്. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതുപോലെ നേഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലിങ്ങനെ പിന്നാലെ നടന്നിരുന്ന കുറേ കേസുകൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റർ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവാഹ ജീവിതം നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ, ആഫ്റ്റർ മാരേജ് നമ്മൾ നല്ല രീതിയിലാണ്, ഇപ്പോൾ 17 വർഷമായി, നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ അത് ഇപ്പോഴും എനിക്കതൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. പക്ഷേ സിസ്റ്റർ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ വിവാഹ ജീവിതം പിന്നീട് പല താളപ്പുഴകൾക്ക് വരുമ്പോൾ ഇതായിരിക്കും ഏറ്റവും ആദ്യം എടുത്തുപയോഗിക്കുന്ന ആയുധം. അതുകൊണ്ട് ഒരു പക്ഷേ മറച്ചു വയ്ക്കുന്നതാണ് നല്ലതെന്നാണ്. ഒപ്പം തന്നെ മറ്റൊരു സജഷൻ എനിക്ക് തോന്നുന്നത്, അതായത് ഈ പ്രീ കൗൺസിലിംഗ് ഉള്ള പോലെ തന്നെ ഒരു പോസ്റ്റ് കൗൺസിലിങ്ങിനുള്ള സംവിധാനം അത് വിവാഹ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇടവകകളിൽ അത്തരത്തിലൊരു സാധ്യത കപ്പിൾസിൻ്റെ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ അച്ഛനോ കന്യാസ്ത്രീ ചെയ്യുന്നതിനേക്കാളുപരി പോസ്റ്റ് കൗൺസിലിംഗ് ഏതെങ്കിലും കപ്പിൾസ് ഇടവകളിൽ കണ്ടെത്തി അവർ ചെയ്യുന്നൊരു രീതി ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ ഫാമിലികളെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. നമ്മൾ ആദ്യ ചർച്ച ആരംഭിച്ച സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ശൈശവത്തിൽ കുഞ്ഞിനൊരു ഒരു ഒരു മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാതെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നാൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. ഇതിനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വിവാഹൊരുക്ക കോഴ്സിൽ? നമുക്ക് വളർന്നു വരുന്ന പ്രൊസീജിയറിൽ ചെയ്യാവുന്ന ഹീലിംഗ് പ്രോസസ്സുകൾക്കൂടെയൊക്കെ കടന്നു പോകാം. ഇനി അതിലൂടെ ഒന്നും ഹീൽ ചെയ്യപ്പെടാത്തത് ഈ പ്രീകാന കോഴ്സിന് ഇപ്പോൾ തൃശ്ശൂർ അതിരൂപതയിൽ നമ്മൾ ചെയ്യുന്നത് കോഴ്സിൻ്റെ അവസാനത്തിൽ മാതാപിതാക്കൾക്കായിട്ട് ഒരു 2 മണിക്കൂർ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൻ്റെ അവസാനത്തിലായിട്ട് മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് നിന്ന് ഒരു ആരാധനയും ആന്തരിക സൗഖ്യ പ്രാർത്ഥനയുമുണ്ട്. അതിൽ മാതാപിതാക്കൾ മക്കളുടെ കാല് പിടിച്ചും തിരിച്ചും ക്ഷമ ചോദിച്ചും അനുഗ്രഹിച്ചും ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. അതുവരെ ഹീൽ ചെയ്യപ്പെടാത്ത വലിയൊരളവ് ഈ ആരാധനയിലൂടെയും ആന്തരിക സൗഖ്യ പ്രാർത്ഥനയിലൂടെയും ക്ഷമ ചോദിക്കുന്നതിലൂടെയും തീർന്നു പോകുന്നതായിട്ടും സൗഖ്യപ്പെട്ടു പോകുന്നതായിട്ടും പലരും വാവിട്ട് നിലവിളിച്ച് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്നതായിട്ടും സാക്ഷ്യം വഹിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ആരാധന വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ കുറച്ച് നാളായിട്ടും നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്, പക്ഷേ അതിൻ്റെ ഫലം വളരെ കൂടുതലാണ്.
ഫസ്റ്റ് പറഞ്ഞത് ഞാൻ ഒരുപാട് പേര് എന്നോടും ഇത് പേഴ്സണലി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഉപകാരത്തെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ഒരുപാട് ഇപ്പോൾ ഒരു പക്ഷേ മക്കൾക്ക് പ്രായമായപ്പോൾ അവരോട് മാപ്പ് ചോദിക്കാനുള്ളൊരു മടി അങ്ങനെയൊക്കെ ഒരു അവസരമില്ലാതിരിക്കുകയായിരിക്കും. ഈ അവസരത്തിലാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷയിലൂടെ അവർക്കത് സാധിച്ചത്. തീർച്ചയായിട്ടും ഒരുപാട് ഹീലിംഗ് കിട്ടി വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് പലരും ഷെയർ ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ഞാൻ അതിൻ്റെ ഒരു തിയോളജിക്കൽ ഇതും കൂടെ കാണുന്നുണ്ട് അതിൽ എന്ന് പറഞ്ഞാൽ വിവാഹം എന്നത് നേരത്തെ നമ്മൾ കേട്ട പോലെ ഭാര്യ ഭർത്താവ് ഒപ്പം യേശു കൂടെ ഈശോ കൂടെ സന്നിധിനാണ്. ഈശോയ്ക്ക് ഈ പറഞ്ഞ യുവതിയുടെ യുവാവിൻ്റെ ഇടയിലേക്ക് കടന്നു വരാനായിട്ട് പറ്റുമെന്ന് ഈശോ തീരുമാനിക്കണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആരാധനയുടെ മുൻപിൽ ഈശോ എഴുന്നള്ളി വന്ന് ആ ഒരു തീരുമാനം എടുപ്പിക്കാനായിട്ട് ഈ ഇവർ രണ്ടുപേരെയും ഒരുക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണത്. അപ്പോൾ അത് ശരിക്കും ഒരു തിയോളജിക്കൽ സ്റ്റാൻഡും കൂടെ അതിന് കാണുന്നുണ്ട്. വിവാഹ ഒരുക്കത്തെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ഓർക്കണം. എത്രയൊക്കെ നമ്മൾ ഒരുങ്ങിയാലും, എത്രയൊക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാമെങ്കിലും എത്രയൊക്കെ ഒരുങ്ങിയാലും വിവാഹശേഷം എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും ഇൻകമ്പാറ്റബിളുകളും ഉണ്ടാകും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടെ വിവാഹത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാർക്കുണ്ടാവണം. വിവാഹശേഷം എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ള ഒരു മാർഗം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളതെന്ന് എപ്പോഴും ഓർക്കുക. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്നും കൂടി ഒന്ന് ഓർക്കാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശൈശവകാലം മുതൽ ആരംഭിക്കുന്ന മാതാപിതാക്കളുടെ ഒരുക്കത്തിനുള്ള സഹായത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. വളർന്നു വരുന്ന കാലഘട്ടത്തിൽ മാതാപിതാക്കളും പിന്നെ അധ്യാപകരും അതിനെങ്ങനെ സഹായിക്കുന്നു എന്ന് കണ്ടു. ഒപ്പം വിവാഹത്തിന് തൊട്ട് മുമ്പായിട്ട് വ്യക്തിപരമായിട്ട് എങ്ങനെ ഈ വിവാഹത്തിന് ഒരുങ്ങണമെന്ന് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ സഭ എന്താണ് ഈ വിവാഹ ഒരുക്കത്തിന് ചെയ്യുന്നതെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു. ഇത്ര കടുത്ത അല്ലെങ്കിൽ ഇത്ര അധികം നല്ല ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ദമ്പതികൾ ആണ് പിന്നീട് വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായും അവർ മുന്നോട്ട് പോകുമ്പോൾ ഡോക്ടർ ജോണി പറഞ്ഞതുപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് തിരിഞ്ഞു ചെല്ലാൻ അല്ലെങ്കിൽ ഒന്ന് ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കുന്ന ഒത്തിരി മേഖലകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കൂടി ഈ വിവാഹൊരുക്ക കോഴ്സ് അവരെ സഹായിക്കും. നമ്മുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരെ നമുക്ക് സ്നേഹത്തോടെ കാത്തിരിക്കാം.